നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉപദേശക സമിതിയിൽ 2 കൊടും ഭീകരർ. ലഷ്കർ-ഇ-തോയ്ബ അംഗങ്ങളായി പരിശീലനം ലഭിച്ച 2 കൊടും തീവ്രവാദികളെ ഡൊണാൾഡ് ട്രംപിന്റെ ഉപദേശക സമിതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ഇസ്മായിൽ റോയർ, ഹംസ ഷെയ്ഖ് യൂസഫ് എന്നീ 2 പേരെയാണ് ട്രംപിന്റെ മതാന്തര സൗഹൃദ ഉപദേശക സമിതിയിൽ അമേരിക്കൻ സർക്കാർ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇസ്മായിൽ റോയറും ഹംസ ഷെയ്ഖ് യൂസഫും 2 പേരും ലഷ്കർ-ഇ-തോയ്ബയുടെ ക്യാമ്പുകളിൽ പരിശീലനം സിദ്ധിച്ച ഭീകരരാണ് എന്നു മാത്രമല്ല, പാക് അധിനിവേശ കാശ്മീരിൽ പരിശീലനത്തിനായി തീവ്രവാദ ക്യാമ്പുകൾ തുറക്കുകയും ചെയ്തവരാണ്. എന്നാൽ ഇവർ ഇപ്പോൾ തീവ്രവാദമൊക്കെ ഉപേക്ഷിച്ചു. അതുകൊണ്ടാണ് തങ്ങൾ ഉപദേശക സമിതിയിൽ ഉൾപ്പെടുത്തിയതെന്നാണ് വൈറ്റ് ഹൗസ് വൃത്തങ്ങൾ പറയുന്നത്. ഈ വിവരം പുറത്തുവിട്ടതും മറ്റാരുമല്ല, ട്രംപിന്റെ പാർട്ടിയിൽപ്പെട്ട ലാറ ലൂമർ എന്ന ഒരു നേതാവാണ്. അവരുടെ എക്സ് അക്കൗണ്ടിലൂടെയാണ് ഈ വിവരം പുറത്തു വന്നത്. ഇസ്മായിൽ റോയർ, ഹംസ ഷെയ്ഖ് യൂസഫ് എന്നിവർ വളരെ നാളുകളായി പാകിസ്ഥാനിലെ ലഷ്കർ-ഇ-തോയ്ബ ഭീകര സംഘടനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ്. ഇതിൽ ഇസ്മായിൽ റോയർ ഭീകരാക്രമണത്തിന് 17 വർഷത്തോളം ജയിലിൽ കിടന്നയാളുമാണ്. 17 വർഷത്തെ ജയിൽ ശിക്ഷ കഴിഞ്ഞ് 2017 ഇസ്മായിൽ റോയർ പുറത്തിറങ്ങിയത്. റണ്ടൽ റോയർ എന്നായിരുന്നു ഇയാളുടെ മുൻ പേര്. 2000 ഇയാൾ ഇസ്ലാം മതം സ്വീകരിച്ച് ഇസ്മായിൽ റോയറായി മാറി. ഇസ്മായിൽ റോയർ ആകട്ടെ പാകിസ്ഥാനിലെത്തി ലഷ്കർ-ഇ-തോയ്ബയുടെ ഭീകരവാദ ക്യാമ്പുകളിലെ ട്രെയിനിങ്ങിൽ പങ്കെടുക്കുകയും ഇന്ത്യക്കെതിരെയും അമേരിക്കക്കെതിരെയും ഭീകര പ്രവർത്തനത്തിനും യുദ്ധത്തിനും ആഹ്വാനം ചെയ്യുകയും ചെയ്തു. ഇന്ത്യക്കെതിരായി നടന്ന ഭീകര പ്രവർത്തനത്തിൽ ഇസ്മായിൽ റോയർ പങ്കാളിയാണെന്നാണ് ഇന്റലിജൻസ് വൃത്തങ്ങൾ സൂചന നൽകുന്നത്. അമേരിക്കക്കെതിരെ യുദ്ധം ചെയ്തു എന്നുള്ള പേരിൽ 2004 ഇയാൾ അറസ്റ്റിലായ ശേഷം 2017 വരെ ഇയാൾ ജയിലിലായിരുന്നു. എന്നാൽ ജയിലിൽ നിന്നിറങ്ങിയപ്പോൾ മാനസാന്തരം വന്നു എന്നാണ് അമേരിക്കൻ സർക്കാർ പറയുന്നത്. എന്നാൽ പാകിസ്ഥാനിൽ പരിശീലനം നേടിയ ലഷ്കർ-ഇ-തോയ്ബയുമായി ബന്ധം മാത്രമല്ല, അൽ-ഖ്വയ്ദയുമായും ഒസാമ ബിൻ ലാഡനുമായും അടുത്ത ബന്ധമുണ്ടായിരുന്ന ഇസ്മായിൽ റോയറെ എന്നുവെച്ചാൽ പഴയ റണ്ടൽ റോയലെ ട്രംപിന്റെ ഉപദേശക സമിതിയിൽ ഉൾക്കൊള്ളിച്ചത് അത്ഭുതാവഹമാണെന്നാണ് ട്രംപിന്റെ പാർട്ടിയുടെ നേതാക്കളും സെനറ്റ് അംഗങ്ങളും പറയുന്നത്. എന്തിനാണ് ഇവരെ ഈ സമിതിയിൽ ഉൾക്കൊള്ളിച്ചത്? ഇവർക്ക് മാനസാന്തരം വന്നുവെന്നും ഭീകരവാദത്തെ തള്ളിപ്പറഞ്ഞുവെന്നും ഭീകരവാദത്തെ ഉപേക്ഷിക്കുന്നവർക്ക് അമേരിക്കൻ സർക്കാരിൽ നൽകുന്ന പദവികളെ കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാനുമൊക്കെയാണ് ഇവർക്ക് ഈ മതാന്തര സൗഹൃദ സമിതിയിൽ അംഗത്വം നൽകിയതെന്നാണ് അമേരിക്കൻ ഭരണകൂടം പറയുന്നത്. ഏതായാലും ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ വളരെ സംശയത്തോടെയാണ് ഇത് വീക്ഷിക്കുന്നത്. ഇത്തരത്തിലുള്ള പല മുൻ ഭീകരവാദികൾ ഭീകരവാദം ഉപേക്ഷിച്ചു, മതതീവ്രവാദം ഉപേക്ഷിച്ചുവെന്ന് പറഞ്ഞിറങ്ങുമ്പോൾ അവരെയെല്ലാം സർക്കാരിൻ്റെ ഉന്നത തലങ്ങളിൽ കുടിയിരുത്തുന്നത് അമേരിക്കയ്ക്ക് ദോഷകരമാണെന്നാണ് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ പറയുന്നത്. അമേരിക്കയിൽ നിന്ന് നിരവധി പേർ 2000 കാലഘട്ടത്തിൽ മതം മാറി ഇസ്ലാം മതം സ്വീകരിക്കുകയും പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലുമുള്ള അൽ-ഖ്വയ്ദ ക്യാമ്പുകളിലും ലഷ്കർ-ഇ-തോയ്ബ ക്യാമ്പുകളിലും എത്തിച്ചേരുകയും ചെയ്തു. ഇവരിൽ ചിലരൊക്കെ കൊല്ലപ്പെടുകയും ചിലരൊക്കെ അറസ്റ്റിലാവുകയും ചെയ്തു എന്ന് മാത്രമല്ല, മറ്റു ചിലർ അറസ്റ്റിലായ ശേഷം മാനസാന്തരം വന്ന് തങ്ങൾ ഭീകരവാദമൊക്കെ ഉപേക്ഷിച്ചു എന്ന് വെളിപ്പെടുത്തുകയും മുഖ്യധാരയിലെത്തുകയും ചെയ്തിരുന്നു. അതിന്റെ ഭാഗമായാണ്, അല്ലെങ്കിൽ അത്തരത്തിൽപ്പെട്ട ആളുകളിൽ 2 പേരാണ് ഇസ്മായിൽ റോയറും ഹംസ ഹുസൈനും. ഈ 2 പേരെയും വൈറ്റ് ഹൗസിന്റെ വലിയ ഒരു ഉപദേശക സമിതിയിൽ ഉൾപ്പെടുത്തിയത് അതീവ അപകടകരമാണെന്നാണ് ഇന്ത്യ ഉൾപ്പെടുന്ന രാജ്യങ്ങളുടെ പക്ഷം. എന്നാൽ ഡൊണാൾഡ് ട്രംപും അമേരിക്കൻ ഭരണകൂടമൊന്നും ഈ പരിദേവനമൊന്നും കണക്കിലെടുത്തിട്ടില്ല. ഇവരെ 2 പേരെയും വൈറ്റ് ഹൗസിന്റെ ഉപദേശക സമിതി അംഗങ്ങളായി നിർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകാനാണ് അമേരിക്കൻ ഭരണകൂടം ശ്രമിക്കുന്നത്.